കഴിഞ്ഞ 2 മാസമായി ഇടുക്കി വണ്ടിപ്പെരിയാർ പീരുമേട് മേഖലയിൽ കടുവാഭീതിയിലാണ് ജനങ്ങൾ. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് 3 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെയും കടുവ കെണിയിൽ വീണിട്ടില്ല. മൂന്നാറിൽ നിന്നും പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നു വിട്ടാതെ കടുവയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ ചാർജ് തീർന്നതുകൊണ്ട് കടുവയുടെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നതും ദുഷ്കരമാണ്. മാർച്ച് 31-ാം തീയതിയാണ് മൂന്നാർ പാമ്പൻമലയിൽ നിന്നും ഒരു കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടുന്നത്. ഈ കടുവയെ പിന്നീട് തേക്കടിയിലെ വനമേഖലയിൽ തുറന്നുവിട്ടു. അധികം വൈകിയില്ല, ആ കടുവ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പീരുമേട്ടിലെ അർണാക്കൽ എസ്റ്റേറ്റിൽ ഭീതി വിതയ്ക്കുകയാണ് ഈ കടുവ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി ഈ കടുവ വന്നിട്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്യോഗസ്ഥന്മാർ വലിയതായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വലിയതായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തില്ല. മൊത്തത്തിൽ ഇവിടെ ജനവാസ മേഖലയാണ്, ഇവിടെ ഇരിക്കുന്ന മൊത്തം ജനവാസ മേഖല. പിടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നിട്ട് അർണക്കളിൽ മാത്രം 6 ബസ്സുകൾ ഇപ്പോൾ അത് ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് പിടിച്ചു മാറ്റണം. ഞങ്ങൾ തൊഴിലാളി, പാവപ്പെട്ട തൊഴിലാളിയാണ്, ഈ പണിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളിയാണ്. ഉദ്യോഗസ്ഥരും മാനേജ്മെൻറ്റും ഇത് ഇടപെടുന്നുണ്ട്. പക്ഷേ ഒരു ആൾക്കാരുടെ അടുത്ത് ഒരു പേടി മാറ്റാനുള്ള നടപടിക്ക് വേണ്ടി പോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. അർണാക്കൽ എസ്റ്റേറ്റിൽ മാത്രം 6 കന്നുകാലികളെയാണ് ഈ കടുവ ആക്രമിച്ചു കൊന്നത്. തങ്ങളും ഏത് സമയത്തും ആക്രമിക്കപ്പെടും എന്ന ഭയത്തിലായിരുന്നു ജനം. എന്നാൽ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തിയില്ല. ഇതോടെ ജനം പ്രതിഷേധിച്ചു, വനപാലകരെ തടഞ്ഞുവെച്ചു. ഇതിനുശേഷമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ ഉണ്ടാകുന്നത്. பிள்ளைகள் 6 மணி கழிஞ்சா எங்கேயும் போக முடியல, ஹாஸ்பிட்டல் கூட போக முடியல. அவங்க ஒரு 2-3 வாரம் ஆச்சு ഫോറസ്റ്റ്കാരங்க வந்து ഇനിയും പിടിക്കവും ഇല്ല. பயந்து தான் நாங்கள் இருக்கோம் അർണക്കലിൽ. റേഡിയോ കോളർ സ്ഥാപിച്ച ശേഷമാണ് കടുവയെ കാട്ടിൽ തുറന്നുവിട്ടത്. പക്ഷേ ഇപ്പോൾ ആ റേഡിയോ കോളറിലെ ചാർജ് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് തത്സമയ നിരീക്ഷണം സാധ്യമാകുന്നില്ല. Apart from this, currently 19 camera traps we have placed in that region. All the camera traps on 2-day basis we are taking the recordings, we are taking the photographs so as to identify where the tiger is, if we can get the photo from there. The major issue which is there in that region is the presence of undergrowth. So currently our plan is to ensure that the tiger is not coming near to human settlement. As soon as we'll find a break in the monsoon for 1 or 2 weeks, we'll actively start the darting operation. പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഇതുവരെ മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂട്ടിൽ വീണാലും ഈ കടുവയെ വീണ്ടും കാട്ടിൽ തുറന്നുവിടുകയല്ലാതെ വനംവകുപ്പിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. പീരുമേട്ടിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.